ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഞാങ്ങാട്ടിരി ഭഗവതി ശരണം. ശ്രീ ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് മാസം 2-ാം തീയതി മുതൽ 10-ാം തീയതി കൂടി നടക്കുന്ന വിശേഷ കാര്യപരിപാടികളുടെ ലഘുവിവരണം. 2-ാം തീയതി രാവിലെ 6 മണി മുതൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം. 150-ൽ പരം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ നാരായണീയ പാരായണം കാലത്ത് സഹസ്രനാമത്തോടുകൂടി ആരംഭിക്കുന്നതും വൈകുന്നേരം 4 മണിയോടെ അവസാനിക്കുന്നതുമാകുന്നു. ഓഗസ്റ്റ് 2-ാം തീയതി വൈകുന്നേരം ആചാര്യവരണം, തുടർന്ന് ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തോടുകൂടി ഭാഗവതം ആരംഭിക്കുന്നു. ഓഗസ്റ്റ് 3-ാം തീയതി തിങ്കളാഴ്ച പ്രധാന കഥാഭാഗം വരാഹാവതാരമാണ്. കാലത്ത് 6 മണി മുതൽ ആരംഭിക്കുന്ന പാരായണം ഭാഗവത ഉത്പത്തി, കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, ശ്രീശുക ആഗമനം, ശ്രീശുക പരീക്ഷിത് സംവാദം, സൃഷ്ടിലീലകൾ, വിദുര മൈത്രേയ സംവാദം, രുദ്രാവതാരം, വരാഹാവതാരം എന്നീ ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്നു. അന്ന് പ്രധാന വഴിപാടുകൾ മലർ, ഒറ്റഅപ്പം എന്നിവ സമർപ്പിക്കാവുന്നതാണ്. 2-ാം ദിവസം, അതായത് ഓഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ച, പ്രധാന കഥാഭാഗമായി വരുന്നത് ഭദ്രകാളി പ്രാദുർഭാവം, കപിലോപദേശം, നരനാരായണാവതാരം, ദക്ഷയാഗം, ധ്രുവചരിതം, പൃഥുചരിതം, പുരഞ്ജനോപാഖ്യാനം, ഭരതചരിതം, ഭദ്രകാളി പ്രാദുർഭാവം എന്നീ കഥാഭാഗങ്ങളിലൂടെ കടന്നുപോകുന്നു. അന്ന് വിശേഷാൽ വിദ്യാഗോപാലാർച്ചന ഉണ്ടായിരിക്കുന്നതാണ്. കാലത്ത് 8 മണിക്ക് വിദ്യാഗോപാലാർച്ചനയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പൂജയിൽ പങ്കെടുക്കാവുന്നതും 9 മണിയോടുകൂടി മടങ്ങാവുന്നതുമാണ്. അന്നത്തെ പ്രധാന വഴിപാട് കഠിനപ്പായസം. 3-ാം ദിവസമായ ഓഗസ്റ്റ് 5-ാം തീയതി പ്രധാന കഥാഭാഗമായി വരുന്നത് നരസിംഹാവതാരമാണ്. ഭൂഗോള വർണ്ണന, നരകവർണ്ണന, അജാമിള മോക്ഷം, പ്രഹ്ലാദചരിതം, നരസിംഹാവതാരം എന്നീ പ്രധാന കഥകളിലൂടെ ആ ദിവസം കടന്നുപോകുന്നു. വിശേഷാൽ വഴിപാടുകളായി പാനകം, നെയ്പ്പായസം എന്നിവ സമർപ്പിക്കാവുന്നതാണ്. ഓഗസ്റ്റ് 6-ാം തീയതി 4-ാം ദിവസം ഗജേന്ദ്രമോക്ഷം, പാലാഴി മഥനം, കൂർമാവതാരം, വാമനാവതാരം, മത്സ്യാവതാരം, ബലരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം എന്നിവയാണ് പ്രധാന കഥാഭാഗങ്ങൾ. അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ചെറിയ കുട്ടികൾക്ക് ഉണ്ണിയൂട്ട് എന്ന വിശേഷ വഴിപാടുണ്ടായിരിക്കുന്നതാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നത് സൗകര്യമായിരിക്കും. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരമാണ് പ്രധാന കഥാഭാഗം. അന്ന് കാർത്തിക ആണ് എന്ന ഒരു വിശേഷം കൂടിയുണ്ട്. വിഭവസമൃദ്ധമായ കാർത്തിക ഊട്ട് അന്ന് നടക്കുന്നതാണ്. രുക്മിണി സ്വയംവര ഘോഷയാത്ര അന്ന് വൈകുന്നേരം ഉണ്ടായിരിക്കുന്നതാണ്. ബാലലീല, പൂതനാമോക്ഷം, ബകാസുരവധം, കാളിയമർദ്ദനം, രാസലീല, കംസവധം എന്നിവ മറ്റു പ്രധാന കഥാഭാഗങ്ങളാണ്. പ്രധാന വഴിപാടുകളായി സ്വയംവര പുഷ്പാഞ്ജലി നടത്താവുന്നതാണ്. ഓഗസ്റ്റ് 8-ാം തീയതി ശനിയാഴ്ച സപ്താഹത്തിൻ്റെ 6-ാം ദിവസം കുചേലവൃത്തമാണ് പ്രധാന കഥാഭാഗം. സ്യമന്തകോപാഖ്യാനം, രുക്മിണി കൃഷ്ണ സല്ലാപം, ബാണയുദ്ധം, രാജസൂയം, സന്താനഗോപാലം, ഉദ്ധവോപദേശം, ഹംസാവതാരം എല്ലാം അന്നത്തെ മറ്റു കഥാഭാഗങ്ങൾ തന്നെ. അന്ന് വൈകിട്ട് വിശേഷമായി സർവൈശ്വര്യ പൂജ ഉണ്ടായിരിക്കുന്നതാണ്. മംഗല്യ സ്ത്രീകൾക്ക് വളരെ ഉത്തമമായ ഈ സർവൈശ്വര്യ പൂജയിൽ പങ്കെടുക്കുന്നതിന് മുന്നക്കൂട്ടി രജിസ്റ്റർ ചെയ്യുന്നത് സൗകര്യമായിരിക്കും. അന്ന് പറനിറയ്ക്കൽ പ്രധാനമായും ചെയ്യാവുന്നതാണ്. സന്താന ഗോപാലാർച്ചനയും വിശേഷമാണ്. അവിൽക്കിഴി സമർപ്പിക്കാവുന്നതാണ്. ശ്രീമദ് ഭാഗവത സപ്താഹത്തിൻ്റെ അവസാന ദിവസമായ ഓഗസ്റ്റ് 9 ഞായറാഴ്ച കൽക്കി അവതാരമാണ് പ്രധാന കഥാഭാഗം. സ്വധാമ ആഗമനം, കലികാല വർണ്ണന എന്നിവയും അന്ന് പ്രതിപാദിക്കുന്നു. അതിനുശേഷം അവഭൃത സ്നാനത്തോടുകൂടി സമാപനം, യജ്ഞസമർപ്പണം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ചടങ്ങുകളിലേക്കെല്ലാം ഭക്തജനങ്ങൾ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സമ്പൂർണ്ണ നാരായണീയ പാരായണം, ശ്രീമദ് ഭാഗവത സപ്താഹം എന്നിവയ്ക്ക് ശേഷം കർക്കിടക മാസം കൂടുതൽ ഭക്തി സാന്ദ്രമാക്കുവാനായി സമ്പൂർണ്ണ ദേവീ മാഹാത്മ്യ ജപം കൂടി
ശ്രീ ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അത് ആഗസ്റ്റ് 10-ാം തീയതിയാണ്. നാമജപത്തിന് അത്യുത്തമമായ കർക്കിടക മാസത്തിലെ ഈ യജ്ഞങ്ങളിലെല്ലാം പങ്കുകൊള്ളുവാൻ എല്ലാ ഭക്തജനങ്ങളെയും സാദരം ക്ഷണിക്കുന്നു. ജഗദംബികേ ശരണം.